ഇന്നത്തെ നമ്മുടെ വിഷയം പ്രസവശേഷമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഇത് പലർക്കും അറിയാത്ത, പലർക്കുമുള്ള ഒരു വലിയ സംശയം തന്നെയാണ് അല്ലേ? പ്രസവശേഷം ചില സ്ത്രീകൾക്ക് ഓപ്പറേഷൻ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം വേണ്ടി വരും. എന്നാൽ ചിലർക്ക് നോർമൽ ഡെലിവറിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോർമൽ ഡെലിവറിക്ക് മറ്റൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ? എന്നാൽ അത് ഒരു തെറ്റായ ചിന്തയാണ്. ഇത് സ്ത്രീകൾക്കും അറിയാത്ത ഒരു വിഷയമാണ്, ഇത് പുരുഷന്മാർക്കും അറിയാത്ത ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പ്രസവശേഷമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയായിരിക്കണം, എത്ര ദിവസം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന്. പ്രസവം കഴിഞ്ഞ് ഒരു 6 ആഴ്ചയെങ്കിലും കാത്തിരിക്കണം. പ്രസവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 6 ആഴ്ചയെങ്കിലും കാത്തിരിക്കുക. 6 ആഴ്ച എന്ന് പറയുമ്പോൾ അതൊരു 1.5 മാസത്തോളം വരും. 1.5 മാസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ കാത്തിരിക്കുക. ഗർഭാശയ ഗളത്തിലൂടെ ഗർഭാശയത്തിൽ പ്രവേശിക്കാൻ ഇടയുള്ള അണുബാധ തടയുന്നതിനായി ദമ്പതികൾ പ്രസവം കഴിഞ്ഞ് 4 മുതൽ 6 ആഴ്ച വരെ കാത്തിരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ 6 ആഴ്ച ഉറപ്പായും തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില സ്ത്രീകളിൽ ഇത് കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഡോക്ടർമാർ പ്രത്യേകം പറയാറുണ്ട്, ഈ സമയപരിധിക്ക് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ 6 ആഴ്ച കാത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ദമ്പതികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് യോനി ഭാഗത്തുള്ള വരൾച്ചയെക്കുറിച്ച്. കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം യോനിയിൽ വരൾച്ചയും അതുമൂലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയും ഉണ്ടാവും. അപ്പോൾ യോനി ഭാഗത്തുള്ള വരൾച്ച ഒരു വിഷയം തന്നെയാണ്. ഇത് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുറച്ച് ദിവസം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം യോനിയിൽ വരൾച്ചയും അതുമൂലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയും ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിച്ച് ഇത് പരിഹരിക്കാൻ സാധിക്കും. ലൂബ്രിക്കൻറ്റുകൾ പലർക്കും അറിയാം, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ കാര്യം ദമ്പതികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രസവശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നമാണ് മുലപ്പാൽ ചോർച്ച. നിങ്ങൾ പതിവായി മുലയൂട്ടുന്ന സ്ത്രീയാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ചിലപ്പോൾ മുലപ്പാൽ ചോരുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നല്ല മുറുക്കമുള്ള ബ്രാ ധരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല മുറുക്കമുള്ള ബ്രാ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അവസ്ഥ തടയാൻ ഒരു പരിഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. മുലപ്പാൽ ചോർച്ച ഇതും പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ്, മുലയൂട്ടുന്ന അവസരത്തിലും ഗർഭിണിയാവാൻ സാധ്യതയുണ്ടോ? മുലയൂട്ടുന്ന അവസരത്തിലും ഗർഭിണിയായേക്കാവുന്ന ഒരു അവസ്ഥയ്ക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് പലർക്കുമുള്ള ഒരു സംശയമാണ് അല്ലേ? എന്നാൽ മുലയൂട്ടുന്ന അവസരത്തിലും ഗർഭിണിയാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. അങ്ങനെ ഒരു സംശയം വെക്കേണ്ടതില്ല. പ്രസവശേഷം ആർത്തവം ശരിയായി ഉണ്ടായില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭധാരണം നടക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ ഇനി സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനിയും നല്ല നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉപകരിക്കുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.